നമാമി വിഘ്നേശ്വര പാദപങ്കജം സ്മരാമി തുംബിമുഖേശ്വരം ഗണനായകം കരോമി കല്യാണ ഗുരുപൂജനം സദാ നമസ്തേ കുരു പ്രസീത പ്രസാദം ഭജേഹം നമസ്തേ കുരു പ്രസീത പ്രസാദം ഭജേഹം നമസ്തേ കുരു പ്രസീത പ്രസാദം ഭജേഹം. കോവിലിൽ പാവന പ്രവയും വിളക്കിത സാവധാനമടിയൻകൊളുത്തിനേൻ അല്പമെങ്കിലും അതിൻ പ്രഭാങ്കുരം സ്വൽപതേയുമെല്ലമേ ശില്പരമ്യമതവീടഭൂവിൽ നിന്നുൾപ്പലിച്ചു തിരുമയിലെത്തണേ സേവയാർന്ന മണിഭൂഷണത്തിലും തൂവനോജ്ഞമലമാല തന്നിലും ഹേമവിഗ്രഹമരീചി തേടുമീ ഓളപ്രവളങ്ങനെ മാറ്റി നിന്നുകൾ സമ്മറച്ചതിൽ പോറ്റിപുൽകരുതൂമരേഖകൾ മാറ്റിയെന്ന മണിവാതിലൂടഴും കാറ്റിലാടരുതിരിശിലാജലം ചീർത്തിരിഞ്ഞൊളി തെളിഞ്ഞു പൊങ്ങിനെ വാവിഴായിരുമെരിഞ്ഞുമേകുമേൽ നേർത്തവീശാവിഴിയങ്കിടുന്ന നിൻ മൂർത്തി മുൻപുരിഴങ്ങി നിൽക്കണേ ഏകദന്തം മഹാകായം സപ്തകാജനസജീവം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം മൗഞ്ചീം കൃഷ്ണാനിരതരം നാഗേന്ദ്രോപവീരനം ബാലേന്ദുവിലാസമൗലീം വന്ദേഹം ഗണനായകം അംബികാഹൃദയാനന്ദം മാതൃകം പരിപാലിതം ഭക്തപ്രിയം മധോനത്തം വന്ദേഹം ഗണനായകം ചിത്രരത്നാവിധിതരംഗം ചിത്രമാലാവിഭൂഷിതം ചിത്രരൂപാധരം ദേവം വന്ദേഹം ഗണനായകം യഥാക്രം സുരശ്രേഷ്ഠം കർണജാമരഭൂഷിതം ആശാംകുശധരം ദേവം വന്ദേഹം ഗണനായകം മൂഷികോത്തമമാരുഹ്യ ദേവാസുരമഹാഭവേ യോഗ്യരാമം മഹാവീര്യം വന്ദേഹം ഗണനായകം യക്ഷീരഗന്ധർവ സിദ്ധവിദ്യാധരേ സദാ സ്തൂയമാനം മഹാത്മാനം വന്ദേഹം ഗണനായകം സർവവിഘ്നഹരം ദേവം സർവവിഘ്നവിവർജിതം സർവസിദ്ധിപ്രഭാകാരം വന്ദേഹം ഗണനായകം ഗണാശകലം പുണ്യം അതിരോയമണേനര വിമുക്ത സർവപാപേഭ്യോ രുദ്രലോകം സഗച്ഛതി ദൈവമേ കാത്തുകൊള്ളങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ നായകനീ ഭവാവിഗ്രോ രാവിവന്തോണിവരവദം ഒന്നായെണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊഴുങ്ങിയാൽ നിന്നിടും തൃപോരുള്ളം നിന്നിലാസ്മന്ദമാ
മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിയാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായേ നീക്കി സായുജ്യം നൽകുമാരനും. നീ സത്യം ജ്ഞാനമാകുന്നതും നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും അകവും പുറവും തിന്നും മഹിമാവാർന്ന നിൻപദം ഉയർത്തുന്നു ഞങ്ങളങ്ങു. ഭഗവാനേ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാപരായണ ജയിക്കുക ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിന്മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം
നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ. പരിവൃത്തമന്ത്രനമേ ദിവ്യേ ജഗത്കാരണം വിശ്വോ ഹരേ 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 സ്വച്ഛന്ദമാനന്ദയ ആഭ്യന്തരമനന്തരിഗ്രഹം പൂർണ്ണമാനന്ദം ശുഭം പ്രത്യക്ഷാക്ഷരവിഗ്രഹം ഗുരുവരം ധ്യായേ വിഭും ശാശ്വതം. ഓം ശ്രീനാരായണ ഗുരുവേ നമഃ. ഓം സംസാരശമനായ നമഃ. ഓം മനുഷ്യവിഗ്രഹായ നമഃ. ഓം സത്വഗുണോത്തമായ നമഃ. ഓം പ്രകൃഷ്ടാത്മനേ നമഃ. ഓം ഭീകരായ മനസായ നമഃ. ഓം അഭയായ നമഃ. ഓം നിർമ്മലായ നമഃ. ഓം നിഗമനജ്ഞായ നമഃ. ഓം അജ്ഞാനവൃത്തിലോകായ നമഃ. ഓം സച്ചിദാനന്ദ സ്വരൂപായ നമഃ. ഓം അഗ്രാഹ്യായ നമഃ. ഓം ദേഹാത്മബുദ്ധി നിരന്ത്രേ നമഃ. ഓം നാസികാശേഷകൽമഷായ നമഃ. ഓം ഭക്തിസംയുക്തായ നമഃ. ഓം സ്ഥൂലസൂക്ഷ്മകാരണ ശരീരാതിരിക്തായ നമഃ. ഓം കാരുണ്യസമ്പൂർണായ നമഃ. ഓം ബാഹ്യകർമ്മേന്ദ്രിയാതിരിക്തായ നമഃ. ഓം സഗുണപ്രീതിഭൂതോദരായ നമഃ. ഓം അമസ്രാശ്രയ സാക്ഷിണേ നമഃ. ഓം ദേവതിരെ മനുഷ്യാവിക്ഷിണാത്മനേ നമഃ. ഓം ഔദികമായാമയ പ്രപഞ്ചായ നമഃ. ഓം അന്നമയാദികോശവിലക്ഷണായ നമഃ. ഓം വന്നാശമര്യാദാര വ്യവഹാരപരാമുഖായ നമഃ. ഓം സർവജ്ഞായ നമഃ. ഓം സർവശക്തായ നമഃ. ഓം ആർദ്രാതിഹരണായ നമഃ. ഓം ആനന്ദദായകായ നമഃ. ഓം വാസവജ്ഞാനവൃത്തായ നമഃ. ഓം ദൃഗ്രൂപായ നമഃ. ഓം ജഡബോധവിവർജിതായ നമഃ. ഓം സർവമുക്തായ നമഃ. ഓം സത്കൃതജ്ഞാനദാനോകൃഷ്ണായ നമഃ. ഓം അജ്ഞാനവിനാശിത വിജ്ഞാനായ നമഃ. ഓം ഭിക്ഷാനവിഭദ്രേ നമഃ. ഓം യഥാർത്ഥജ്ഞാനദായകായ നമഃ. ഓം ഭ്രാന്തിജ്ഞാനവിനാശകായ നമഃ. ഓം ലോകവർത്തിനേ നമഃ. ഓം വിപരീതഗതിയന്ത്രേ നമഃ. ഓം സത്യമാർഗപ്രദായകായ നമഃ. ഓം ഭക്താമോദപ്രദായകായ നമഃ. ഓം പൂർണ്ണാദ്വൈത നിരുപാധിക പരബ്രഹ്മവിദേ നമഃ. ഓം ക്ഷണപ്രഭാവബുദ്ധഭോഗായ നമഃ. ഓം ഭാഗ്യേന്ദ്രവൃത്യുദാസീനായ നമഃ. ഓം ആത്മനിഷ്ഠാപരായ നമഃ. ഓം തുഷ്ടായ നമഃ. ഓം മായാവൃത്തിദേഹായ നമഃ. ഓം ആനന്ദസ്വരൂപായ നമഃ. ഓം ജ്ഞാനാമൃതപദാത്രേ നമഃ. ഓം സർവലോകപ്രഭൂരിതായ നമഃ. ഓം ഇന്ദ്രിയാവൃത്തിദേഹായ നമഃ. ഓം ആത്മാനന്ദവിലീനാത്മനേ നമഃ. ഓം നിഷ്കളാത്മനേ നമഃ. ഓം ജന്മനാശരഹിതായ നമഃ. ഓം ഉത്തീർണഭാവനവായ നമഃ. ഓം നിശ്ചലായ നമഃ. ഓം ബ്രഹ്മവിന്നവസ്തുബോധഹീനായ നമഃ. ഓം ശൈവാദിമനവിരതരഹിതായ നമഃ. ഓം സർവാഭിനമാനസികമലായ നമഃ. ഓം മോക്ഷോപദേശപ്രദായ നമഃ. ഓം ദുരാശാതിദുർഗുണദൂരായ നമഃ. ഓം ജന്മകാരണപ്രദർശകായ നമഃ. ഓം വിഷയവിധിപ്രാകാശനാശകായ നമഃ. ഓം ത്രികാലജ്ഞായ നമഃ. ഓം
നിരാവരണ ചേതസേ നമഃ. ഓം യോഗീന്ദ്രവര്യായ നമഃ. ഓം കൃപാർത്ഥ ഹൃദയായ നമഃ. ഓം അകർമ്മനാശകായ നമഃ. ഓം പ്രാഗ്വാദി സാക്ഷിണേ നമഃ. ഓം ശിഷ്യബ്ജ ഭാസ്കരായ നമഃ. ഓം അജ്ഞാനന്ദ ജ്ഞാനദൃഷ്ടിപ്രദായ നമഃ. ഓം ക്ഷണഭംഗുര വിഷയവിരക്തായ നമഃ. ഓം കാമാജ്ഞേയ ഭൂതദേവ ബോധായ നമഃ. ഓം നിത്യാഗ്നേ നമഃ. ഓം പ്രകാശിത നിത്യാത്മ ബോധായ നമഃ. ഓം അജ്ഞജന്മോജ്വല ബോധായ നമഃ. ഓം ദർശനമാത്ര ഭഗവജ്ഞാന വാസന പ്രദായകായ നമഃ. ഓം ദേഹമോഹ വിനിർമുക്തായ നമഃ. ഓം പരാക്ഷമ വിഹീനായ നമഃ. ഓം ജ്ഞാനപ്രസംഗ പ്രേഷായ നമഃ. ഓം സുനിസിദ്ധ ബ്രാഹ്മണായ നമഃ. ഓം വിമോഹിത ധർമ്മധർമായ നമഃ. ഓം പ്രമോദിത സജ്ജനായ നമഃ. ഓം സുതജ്ഞാന ഘനാചാര്യായ നമഃ. ഓം സകൽപോർത്ത സർവലോക വീക്ഷകായ നമഃ. ഓം വിദിതാസിദ്ധായ നമഃ. ഓം കാലത്രയ സമ്പൂർണായ നമഃ. ഓം അഖണ്ഡവസ്തുന്യായ നമഃ. ഓം സർവോത്തമ സുഹൃദായ നമഃ. ഓം പ്രാണിഹിംസ പരാമുഖായ നമഃ. ഓം സ്നേഹസ്വരൂപായ നമഃ. ഓം സംസാരയോഗ വിഷജേ നമഃ. ഓം ബ്രാഹ്മണത്വാധികാരികായ നമഃ. ഓം സ്വയം പ്രകാശ ഖണ്ഡരൂപായ നമഃ. ഓം സത്യഗിരേ നമഃ. ഓം ശിവായ നമഃ. ഓം സമ്പൂർണ്ണ ചൈതന്യായ നമഃ. ഓം സ്വയംത്വമനസ്കായ നമഃ. ഓം ധർമ്മസംസ്ഥാപകായ നമഃ. ഓം വിഷയവിരക്തായ നമഃ. ഓം സുസ്വരൂപന പ്രാതിനിവാരകായ നമഃ. ഓം സോമരപ്രമോദപര കർമ്മിണേ നമഃ. ഓം അകൃത്യപരാഗ പ്രസംഗായ നമഃ. ഓം ഭക്തവത്സലായ നമഃ. ഓം സ്ഥാനഭോക്തവ്യ പുണ്യഭാവബോധായ നമഃ. ഓം പ്രണീതാത്മിനേ നമഃ. ഓം വിദ്യാസംവിധേ നമഃ. ഓം അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപായ നമഃ. ഓം അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപായ നമഃ. ഓം അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപായ നമഃ. ഓം വിശ്വം വ്യാപിതമാദിദേവമമലം നിത്യം പരം നിഷ്കളം നിത്യോത്ഭുക്തസഹസ്രഭദ്രകമലേ കൃപാശ്വരേ മണ്ഡപേ നിത്യാനന്ദമയം സുമേഘനിലയം സത്യം ശിവം സപ്രഭം ധ്യായേഹം സപദം പരാത്മവർദ്ധനം സച്ഛന്ദ സർവാഗമം. ഓം ബ്രഹ്മാനന്ദം പരമസുഖം കേവലം ജ്ഞാനമൂർത്തി വിശ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിവിഷ്യം ഏകം നിത്യം വിമലമലം സർവദീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ജ്ഞാനാനന്ദം ശിവഗിരിപദം സർവധർമാവലംബം ബ്രഹ്മാകാരം പൂർണ്ണസുഹൃതം ഹേമവർണ്ണം സുവർണം ലോകാരാധ്യം യദുകുലപതിം ദിവ്യകാലാനുരൂപം വന്ദേ ഭക്തനാരായണ ഗുരുപാവനം ദേവദേവം. ഓം ധർമ്മധർമ്മൈര്യുസ്വദ്വിതം കർമ്മഭിരാതന്മുഖം പുണ്യം പാപമജന്മജന്മജപദം യത്ര സുപര്യഞ്ജസ്ഫുടം ഏനായ കലിജീവഭാരമഹോ സംസാരോച്ഛവസാരം തസ്മൈ ദിവ്യമൂർധരായ ഗുരുവേ നാഥായ പുഷ്പാഞ്ജലി. ഓം ഭഗവാൻ ശ്രീനാരായണ പരമഗുരവേ നമഃ. 3823 നമ്പർ ഡോമിൽ ശാഖയുടെ എല്ലാ അംഗങ്ങളുടെയും സമസ്ത ദുരിതക്ഷയാർത്ഥം ആയുരാരോഗ്യ സുഖലാഭാർത്ഥം മാനസിക സദാ സദ്ഗുരു ഭക്താവിരത്യർത്ഥം സാധുജനപ്രിയർത്ഥം ദേഹത്തെ ദൃശ്യാനന്ദം പരബ്രഹ്മ സാഹിത്യ പ്രാപ്ത്യർത്ഥം സമർപ്പയാമി. സർവാവിഷ്ടപ്രദായ പ്രസീദ പ്രസീദ പ്രസീദ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ.
മഹിമയും നീയും എന്നൊഴിയാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിക്കാരവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമായനും. നീ സത്യം ജ്ഞാനാനന്ദം. നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതുമൊഴിയുമോ കിളി. അകവും പുറവും നിന്നും മഹിമാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളെന്ന്. ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ. ലീലാനഭരണായണ ജയിക്കുക നിതാനന്ദ. ദയാസിന്ധു ജയിക്കുക. ആഴമേറും നിന്മഹസ ആഴിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ദൈവമേ സച്ചിദാനന്ദ. ദൈവമേ ഭക്തവത്സല. ദൈവമേ നിന്റെ കാരുണ്യം ദീർഘകാലം പറയണമേ. സൃഷ്ടിച്ചു ഞങ്ങളെ പിന്നെ രക്ഷിച്ചു വഴിപോലെ നീ. സൂക്ഷിച്ചു നൽകുന്നേ രക്ഷിപ്പാൻ ദൈവമേ. അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപം പൊറുക്കണേ. മേൽക്കുമേൽ നന്മ വർദ്ധിപ്പൂ. കൃപാമൃതമേകണം ഞങ്ങൾക്ക് ഗുണമേകണം. ഞങ്ങളിൽ കൃപ നോക്കണം. ഗർവമില്ലാതെയാകണം. സർവേശ്വര നമോ നമഃ. അന്നവസ്ത്രാദി കൂടാതെ മഞ്ഞിലെ പദാർത്ഥവും ഒന്നും കുറവ് കൂടാതെ കണ്ണീരുകൾ ഭഗവാൻ. ശിഷ്ടരാക്കേണമേ ദേവ. ശിഷ്ടപേക്ഷാവയാനിധി ശ്രീബുദ്ധൻ ഭഗവാൻ ക്രിസ്തു അല്ലാ ശ്രീ പരമേശ്വരൻ ശ്രീകൃഷ്ണൻ എന്നീ പേരോതി അങ്ങേ വാഴ്ത്തുന്നു മനുഷ്യർ. എല്ലാം ഭവാനാകുന്നു ഞങ്ങളോർക്കുന്നു നിത്യവും. ഞങ്ങളെ കാത്തുകൊള്ളണം ഭക്തകൂടാതെ നിത്യവും. നമസ്കാരം ദേവദേവ. നമസ്കാരം പരാപര. നമസ്കാരം ചിദാനന്ദ. നമസ്കാരം ജഗൽപതേ. ഓം രമണേ മൂർത്തിമേ ശ്രീനാരായണ ശുദ്ധേ നാരായണേന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ഭഗവതേ നിത്യശുദ്ധമുക്തമാത്മനേ നാരായണേന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മഹനീയ ചരിത്രായ മമതായേ നാരായണേന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശിശിരേ പൂർവതേ ശാന്തേ കടാക്ഷേ ശിഷ്യസഞ്ജയ ബ്രഹ്മവിദ്യാ കോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വാദിനാവാദിനേ വാചം യമാനാമോനഭാവിനേ സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. യസ്യ കൽപ്പതേ സിദ്ധേ പാദാംബുജലോലവ നാരായണേന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ. വദാമി നാരായണ നാമനിർമ്മലം സ്മരാമി നാരായണ തത്വമൗല്യം. ഓം ത്വമേവ മാതാ ച പിതാ ത്വമേവ. ത്വമേവ ബന്ധുസ്സഹാ ത്വമേവ. ത്വമേവ വിദ്യാം ശരണം ത്വമേവ. ത്വമേവ സർവം മമ ദേവ ദേവ. ത്വമേവ സർവം മമ ദേവ ദേവ. ത്വമേവ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന
ചന്തത്തിൽ ഞാനോളം വരുമല്യകരാന്തങ്ങളും ചിന്തിച്ചുള്ളത്തിലേന്തി ഗുരുചരണയുഗം സന്തതം ഞാൻ കൈതൊഴുന്നേ. ഓം ശിവകേ ദിവ്യപരമാസനസ്ഥം വരദമഭയഹസ്തം പാപവിദ്വം സപാദം ഭുജനനിരശൈക്യം ചാരുകാരുണ്യനേത്രം കരികരുഷവിനാശം നൗമി നാരായണാഖ്യം. തിരുപ്പിറവി ആയിട്ട് ഇന്ന് 170 വർഷം തികയുകയാണ്. ഈ 170ാമത് ഗുരുജയന്തി ആഘോഷം നമ്മൾ വിപുലമായ പരിപാടികളിലൂടെയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്ന് ഈ പരിപാടിയുടെ ആങ്കറിങ് ചെയ്യുന്നത് ഞാൻ KS കാർത്തികേയൻ. എൻ്റെ കൂടെ കോ ഹോസ്റ്റായിട്ട് നിൽക്കുന്നത് ശ്രീമതി അഞ്ജലി വൈശാഖ്. എല്ലാവർക്കും നമസ്കാരം. ഈ പൊതുവേദിയിൽ നമ്മൾ 3ാമത്തെ കൊല്ലമാണ്, കോൺസിക്യൂട്ടീവ്ലി നമ്മൾ 3ാമത്തെ കൊല്ലമാണ് ഗുരുജയന്തി ആഘോഷം ഇവിടെ നടത്തുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ അത്രയും ഓഡിയൻസ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ കൊല്ലം ഒരു 550-600 പേരോളം വന്നിരുന്നു. ഇക്കൊല്ലം അതിൻ്റെ പീക്ക് ടൈമിൽ നമ്മളുടെ എല്ലാ മെമ്പർമാരും എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏതാണ്ട് 1.5 നൂറ്റാണ്ടിന് മുമ്പ് സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതിമത വിവേചനത്തിൻ്റെ ഇരുളിൽ നിന്നും മനുഷ്യനെ പ്രകാശത്തിലേക്ക് നയിക്കുകയും മാനവരാശിയുടെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും അറുതി വരുത്തുവാനായി ഭൂജാതനായ നമുക്കേവർക്കും ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും നരനും നാരായണനുമായ ശ്രീനാരായണ ഗുരുദേവനെ സ്തുതിച്ചുകൊണ്ട് 170ാമത് ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് നമുക്ക് തുടക്കം കുറിക്കാം. ഇരുളിൽ മാനവനുഴലുമ്പോൾ നേരിൽ പൊരുളുമായി വന്നു ഗുരുദേവൻ. അധമ ജീവിത ദുരിത ദുഃഖങ്ങൾ കരുതിയേകിയ ശ്രീ ഗുരു. കുടില ചിന്തതൻ ചുടലയിൽ നീറിക്കരയും മർത്യനു കനിവേകി. കഥന നീരിനാൽ നിറയുമാനനം കരതലത്താൽ തലോടി നീ. ഗുരുദേവൻ ബ്രഹ്മ, ഗുരുദേവൻ വിഷ്ണു, ഗുരുദേവൻ ശിവശങ്കരൻ. നരനും നീ നാരായണനും നീ ഗുരു, ശ്രീ ഗുരു
നാരായണ ഗുരു. അടുത്തതായിട്ട് നമ്മളുടെ മീറ്റിംഗ് പാട്ടിൻ്റെ ഫസ്റ്റ് നമ്മൾ തുടങ്ങുകയാണ്. ഇൻവിറ്റേഷൻ പാട്ടാണ്. ഓരോ വിശിഷ്ടാതികളെയും നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്ത് ആനയിക്കുന്ന ചടങ്ങാണ്. ആദ്യമായി നമ്മളുടെ 3823 നമ്പർ ഡോംബുലി ശാഖയുടെ ആദരണീയനായ പ്രസിഡന്റിനെയാണ് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അന്നത്തെ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുവാനായിട്ട് ശ്രീമാൻ KV ദാസപ്പൻ സാർ അവരുകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിച്ചുകൊള്ളുന്നു പ്ലീസ്. ശാഖയുടെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീമാൻ EK ദാസപ്പൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ ദാസപ്പൻ സാർ, പ്ലീസ് ബി സീറ്റഡ്. നമ്മളുടെ ഇന്നത്തെ മുഖ്യാതിഥിയും മുഖ്യ പ്രഭാഷകനുമായ ശ്രീമാൻ VN പവിത്രൻ സാർ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും ഒരു നല്ലൊരു റൗണ്ട് ഓഫ് അപ്ലോസ് കൊടുക്കുക. എല്ലാവരും എനർജറ്റിക് ആയിട്ടിരിക്കുക. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഇന്ന് നല്ലൊരു തകർപ്പൻ പ്രോഗ്രാമാണ് നമ്മുടെ ഇവിടെ അവതരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും വിജിലൻ്റ് ആയിട്ടിരിക്കുക, ആക്റ്റീവായിരിക്കുക. അടുത്തതായി നമ്മളുടെ ശാഖയുടെ ആദരണീയനായ സെക്രട്ടറി ശ്രീമാൻ EK അശോകനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. नमस्कार, सर्वांना हार्दिक स्वागत. आता मी मंचवर स्वागत करते माननीय श्री संजय पावशेजींना. श्री संजय पावसे सर, प्लीज कम टू द डायस. आता थोड्या वेळातच रमेश महेत्रेजी, विकास गजानन सर आणि संजय पावशेजींना आपण वाट पाहूया. आणि पावन पाटील सर. 3-4 നമ്മളുടെ മലേഷ്യൻ ലീഡേഴ്സ് നമുക്കുണ്ട്. എല്ലാ കൊല്ലവും നമ്മളോട് സഹകരിച്ചു പോരുന്ന ലീഡേഴ്സാണ് അവർ. ദേ ആർ ആൾസോ ഓൺ ദ വേ. ദേ വിൽ ബി എക്സ്പെക്റ്റഡ് എനി ടൈം. അടുത്തതായി നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന, ഞാൻ പ്രത്യേകം പരിചയപ്പെട്ട ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം മുംബൈ താനെ യൂണിയൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീമാൻ ബിജു കുമാർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് നമ്മളുടെ ആദരണീയനായ യൂണിയൻ സെക്രട്ടറിയാണ്. അദ്ദേഹം സ്ഥലത്തെത്തിയിട്ടില്ല. അദ്ദേഹം വരുന്നതനുസരിച്ച് നമ്മൾ അദ്ദേഹത്തെ ക്ഷണിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതായിരിക്കും. വനിതാ വിംഗിൻ്റെ സാരഥി മിസ്സസ് സുലേഖ മാഡം ഇവിടെ എത്തിയിട്ടുണ്ട്. സുലേഖ മാഡത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് കം ഓൺ ടു ദ ഡയസ്. അടുത്തതായി നമ്മുടെ ബ്രാഞ്ചിനെ മുംബൈ താനെ യൂണിയനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന മുംബൈ താനെ യൂണിയൻ്റെ കമ്മിറ്റി മെമ്പർ, വനിതാ വിംഗിൻ്റെ കമ്മിറ്റി മെമ്പർ ശ്രീമതി ബിന്ദു രവിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് നമ്മളുടെ ശാഖയുടെ ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഒരു വിഭാഗമാണ് വനിതാ വിഭാഗമാണ്. വനിതാ വിഭാഗത്തിൻ്റെ പ്രസിഡന്റ്, ആദരണീയായ പ്രസിഡന്റ് ശ്രീമതി ഷൈനി ഗിരുസുദിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും ഒരു നല്ല ലോങ് റൗണ്ട് സ്ട്രോങ് അപ്ലോസ് കൊടുക്കുക. അടുത്തതായി വനിതാ വിങ്ങിൻ്റെ ആദരണീയായ സെക്രട്ടറി മിസ്സസ് ശബന സുനിൽ കുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി നമ്മളുടെ ഈ ശാഖയുടെ നെടുന്തൂണായി നിൽക്കുന്ന നമ്മളുടെ യൂത്ത് വിങ്ങിൻ്റെ പ്രസിഡന്റ് മിസ്റ്റർ സുരേഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. യൂത്ത് വിങ്ങിൻ്റെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന നമ്മളുടെ സെക്രട്ടറി, ലേഡീസ് സെക്രട്ടറിയാണ്. യൂത്ത് വിങ്ങിൻ്റെ ലേഡീസ് സെക്രട്ടറി മിസ് ഐശ്വര്യ ശിവദാസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. യൂത്ത് വിങ്ങിൽ എങ്ങനെയാണ് ലേഡീസ് സെക്രട്ടറി വന്ന് നിങ്ങൾ ചോദിച്ചിരിക്കാം. പക്ഷേ അതൊന്നുമല്ല. യൂത്ത് വിങ്ങിൻ്റെ ലേഡീസ് സെക്രട്ടറി വളരെ ഉഷാറായിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. പുതിയതായിട്ടുള്ള ഇക്കൊല്ലമാണ് അവരുടെ മാനേജിംഗ് കമ്മിറ്റി ചാർജ് എടുത്തത്. ഏതൊരു ചടങ്ങിൻ്റെയും
നല്ലതായ നടപ്പിന് വേണ്ടിയിട്ട് പൂർത്തീകരണത്തിനുമായിട്ട് വിജയത്തിനും വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാരണമാണ് പ്രയർ. ആ പ്രയറിന് വേണ്ടിയിട്ട് നമ്മൾ ക്ഷണിക്കുന്നു നമ്മളുടെ വനിതാ വിഭാഗത്തിൽ നിന്നും ലൈറ്റിംഗ് ഓഫ് ലാമ്പ്. എല്ലാ ചടങ്ങിൻ്റെയും നമ്മൾ വിളക്ക് കൊളുത്തിയാണ് ചടങ്ങ് ആരംഭിക്കുന്നത്. ചടങ്ങിലെ വിളക്ക് കത്തിക്കാനായിട്ട് നമ്മൾ ക്ഷണിക്കുന്നു നമ്മളുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി മുഖ്യപ്രഭാഷകനുമായ ശ്രീമാൻ BN പവിത്രൻ സാറ്, നമ്മളുടെ ആദരണീയായ പ്രസിഡൻറ്റ്. എല്ലാവരും മുമ്പോട്ട് വരിക. KV ദാസപ്പൻ, സെക്രട്ടറി, എല്ലാവരും മുൻപോട്ട് വരിക. ലൈറ്റിംഗ് ഓഫ് ലാമ്പ് ചടങ്ങാണ്. ശാഖയുടെ നേരത്തെ മുതലുള്ള സ്റ്റാർട്ടിങ് മുതലുള്ള നമുക്ക് ഏവർക്കും പ്രിയങ്കരായ കുറേയേറെ വ്യക്തികളിലൂടെ എത്തിയിട്ടുണ്ട്. ആ വിശിഷ്ട പ്രമുഖരാണ് നമ്മളുടെ EP വാസു ചേട്ടൻ, PK രാഘവൻ ചേട്ടൻ, അങ്ങനെ എല്ലാവരും വേദിയിലിരിപ്പുണ്ട്. നമ്മളുടെ മുൻ പ്രസിഡൻറ്റ്, ആദരണീയനായ ശാഖയുടെ മുൻ പ്രസിഡൻറ്റ് TK വാസു ചേട്ടൻ, എല്ലാവരും വേദിയിലിരിക്കുന്നുണ്ട്. അടുത്ത ചടങ്ങിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രേയർ. ദേവി ഹരിദാസ് രചനയും സംഗീതം നിർവഹിച്ച് ഈ പ്രാർത്ഥനാ ഗീതം ആലപിക്കാൻ എത്തുന്നത് വീണ ഹരിദാസ്, മീനു അരുൺ, ശാലിനി ദിലീപ്. ദേവാ ഗുരുദേവാ ശ്രീനാരായണ ദേവാ, ആശ്രയമായി ഞങ്ങൾക്കായുള്ളൊരു ദേവാ. ദേവാ ഗുരുദേവാ ശ്രീനാരായണ ദേവാ, ആശ്രയമായി ഞങ്ങൾക്കായുള്ളൊരു ദേവാ. അജ്ഞതയാമന്ധതയിൽ പെട്ടുഴലും നീ ഞങ്ങൾക്കറിവിൻ പ്രകാശമതായ വിടുന്നെൻ ഗുരുദേവ. അജ്ഞതയാമന്ധതയിൽ പെട്ടുഴലും നീ ഞങ്ങൾക്കറിവിൻ പ്രകാശമതായ വിടുന്നെൻ ഗുരുദേവ. ദേവാ ഗുരുദേവ ശ്രീനാരായണ ദേവാ, ആശ്രയമായി ഞങ്ങൾക്കായുള്ളൊരു ദേവാ. വിദ്യയതോ നേടി പ്രബുദ്ധരായിടുവാൻ, ജീവനോപാധിക്കായി വ്യവസായവും ചെയ്യുവാൻ. വിദ്യയതോ നേടി പ്രബുദ്ധരായിടുവാൻ, ജീവനോപാധിക്കായി വ്യവസായവും ചെയ്യുവാൻ. ജീവിത സാഗരം നീന്തിക്കര കയറിയിടാൻ, ഈ വിധി മാർഗോപദേശങ്ങൾ നൽകിയതും. ജീവിത സാഗരം നീന്തിക്കര കയറിയിടാൻ, ഈ വിധി മാർഗോപദേശങ്ങൾ നൽകിയതും. ദേവാ ഗുരുദേവ ശ്രീനാരായണ ദേവാ, ആശ്രയമായി ഞങ്ങൾക്കായുള്ളൊരു ദേവാ. അന്ധവിശ്വാസങ്ങൾ പാടേയുപേക്ഷിച്ച് ശുദ്ധികളഞ്ചുമേ പാലിക്കാൻ ചൊന്നതും. അന്ധവിശ്വാസങ്ങൾ പാടേയുപേക്ഷിച്ച് ശുദ്ധികളഞ്ചുമേ പാലിക്കാൻ ചൊന്നതും. ഒരു ജാതി ഒരു മതം ഒരു ദൈവമെന്നോതി, ലോകത്തിനു മാതൃകയായി തീർന്നോരൻ ഗുരുദേവ. ഒരു ജാതി ഒരു മതം ഒരു ദൈവമെന്നോതി, ലോകത്തിനു മാതൃകയായി തീർന്നോരൻ ഗുരുദേവ. ദേവാ ഗുരുദേവ ശ്രീനാരായണ ദേവാ, ആശ്രയ
അജ്ഞതയാമന്ധതയിൽ പെട്ടുഴലും ഈ ഞങ്ങൾക്കറിവിൻ പ്രകാശമതായ വിടുന്നെൻ ഗുരുദേവ ദേവാ ഗുരുദേവ ശ്രീനാരായണ ദേവാ ആശ്രയമായി ഞങ്ങൾക്കായുള്ളൊരു ദേവ ആശ്രയമായി ഞങ്ങൾക്കായുള്ളൊരു ദേവ ആശ്രയമായി ഞങ്ങൾക്കായുള്ളൊരു ദേവ. നമ്മളുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റും സ്പിരിച്വൽ സ്പീക്കറുമായ ശ്രീ വിവിൻ പൈത്രൻ സാറിനെ ആദരിക്കുന്ന ചടങ്ങാണ്. അദ്ദേഹത്തിന് ബൊക്കെ കൊടുക്കുവാൻ നമ്മളുടെ ശാഖയുടെ ആദരണീയായ പ്രസിഡന്റിനോട് അഭ്യർത്ഥിക്കുന്നു. പ്ലീസ് എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് ഒന്ന് കൈയടിക്കുക. ചടങ്ങ് അടുത്തതായി അദ്ദേഹത്തിന് ഷാള് കൊടുക്കുന്ന ചടങ്ങാണ്. നമ്മളുടെ ആദരണീയ സെക്രട്ടറി മിനിസ്റ്റർ ഇ കെ അശോകൻ സാറാബ് കൃത്യം നിർവഹിക്കുന്നു. ഇന്നത്തെ ചീഫ് ഗസ്റ്റ് നമ്മൾ ഒരു മൊമെൻ്റോയും കൂടെ കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ശാഖയുടെ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒരുമിച്ച് കൊടുക്കുന്നതായിരിക്കും. അടുത്ത നമ്മളുടെ ശ്രീമാൻ സഞ്ജയ് പാവ്ഷേജിയാണ്. I invite Mr. K. Yashodharan to present the bouquet to Mr. Sanjay Paushe. He is the KDMC Transport Vibhag Corporator of Dombivli. അടുത്തതായി നമ്മളുടെ ആദരണീയനായ മുംബൈ താനെ യൂണിയൻ പ്രസിഡന്റ് ശ്രീമാൻ എം ബിജുകുമാർ സാറിന് ബൊക്കെ നൽകുവാനായിട്ട് നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാം കൺവീനർ മിസ്റ്റർ സുരേഷ് ബാബുവിനെ ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ സുലേഖ മാഡത്തിന് മുംബൈ താനെ യൂണിയൻ വിമൻസ് വിംഗ് ലീഡർ മിസ് സുലേഖ മാഡത്തിന് ബൊക്കെ കൊടുക്കുവാനായി നമ്മളുടെ ആദരണീയായ വിമൻസ് വിംഗ് സെക്രട്ടറി ശബന സുനിൽകുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മളുടെ ബിന്ദു രവിക്ക് നമ്മളുടെ യൂണിയൻ കമ്മിറ്റി വിമൻസ് വിംഗ് യൂണിയൻ കമ്മിറ്റി മെമ്പറാണ്. ബിന്ദു രവിയെ പൊന്നാട ബൊക്കെ കൊടുക്കുവാനും പൊന്നാട കൊടുക്കുവാനുമായിട്ട് നിഷ അശോകനെയും ചന്ദ്രിക ദാസപ്പനെയും സവിതാ പ്രദീപിനെയും കളക്റ്റീവ്ലി ഇൻവൈറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും ഒരു കയ്യടി കാണാം. അടുത്തതായി നമ്മളുടെ ആദരണീയനായ ശാഖാ പ്രസിഡൻറ്റിന് ബൊക്കെ കൊടുക്കുവാനായിട്ട് നമ്മളുടെ എൻ സോമരാജൻ കമ്മിറ്റി മെമ്പർ എൻ സോമരാജനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മളുടെ ആദരണീയനായ ശാഖാ സെക്രട്ടറി ഇ കെ അശോകൻ സാറിന് ബൊക്കെ കൊടുക്കുവാനായി മിസ്റ്റർ മനോജ് പണിക്കരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ കൺവീനറാണ് സുരേഷ് ബാബുവിന് ബൊക്കെ കൊടുക്കാനായിട്ട് മിസ്റ്റർ കെ ജയപാലിനാണ്. കെ ജയപാൽ സാർ വേദിയിലുണ്ടെങ്കിൽ മുമ്പോട്ട് വരിക. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ മിസ്റ്റർ ഗോപി ഗോപാലനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് മിസ്റ്റർ ഗോപി ഗോപാലൻ കം ടു ദ ഡയാസ്. അടുത്തതായി നമ്മുടെ വനിതാ വിങ്ങിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ഷൈനി ഗിരിസുധന നമ്മുടെ വനിതാ വിങ്ങിൻ്റെ പ്രസിഡൻ്റാണ്. അവർക്ക് ബൊക്കെ കൊടുക്കുവാനായി രാധാമണി ചന്ദ്രശേഖരനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്ത നമ്മുടെ വനിതാ വിങ്ങിൻ്റെ ആദരണീയ സെക്രട്ടറി ശ്രീമതി ശബന സുനിൽകുമാറിന് ബൊക്കെ കൊടുക്കുവാനായിട്ട് ശ്രീമതി വത്സ ശിവദാസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ഇന്നത്തെ നമ്മളുടെ ചടങ്ങിൽ എത്തിയിട്ടുള്ള യൂത്ത് വിങ്ങിൻ്റെ നമ്മളുടെ ഹോണറബിൾ പ്രസിഡന്റ് സുമേഷ് ബാബുവിന് ബൊക്കെ കൊടുക്കുവാനായി മിസ്റ്റർ ഹരി ഗോവിന്ദിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹരി ഗോവിന്ദ് എത്തിയിട്ടുണ്ടോ? താഴെയാണെന്ന് തോന്നണം അല്ലേ? മിസ്റ്റർ ഹരി ഗോവിന്ദ് ഈസ് പ്രസൻറ്റ് ഓവർ ഹിയർ. അടുത്ത നമ്മുടെ യൂത്ത് വിങ്ങിൻ്റെ സെക്രട്ടറിയാണ് മിസ് ഐശ്വര്യ ശിവദാസന് ബൊക്കെ കൊടുക്കുവാനായിട്ട് മിസ്സസ് പുഷ്പ ശശികുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മളുടെ ഈ ശാഖയുടെ സീനിയറായിട്ടുള്ള 2 മെമ്പർമാർ ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാത്തിനും നമ്മളോട് സഹകരിച്ച് നമുക്ക് വളരെയധികം സ്ട്രോങ് സപ്പോർട്ട് കൊടുക്കും നമ്മളുടെ സീനിയർ മെമ്പർ. നിങ്ങൾക്കെല്ലാം ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ശ്രീ EP വാസു ചേട്ടന് ബൊക്കെ കൊടുക്കുവാനായി ഞാൻ മിസ്റ്റർ SK ഉണ്ണി സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. EP വാസു ചേട്ടൻ പ്ലീസ് കം ഓൺ ദ ഡയസ്. അടുത്തതായി നമ്മളുടെ സീനിയർ മെമ്പർ ശ്രീ PK രാഘവൻ ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് ബൊക്കെ കൊടുക്കുവാനായി നമ്മളുടെ മൈക്രോ വിഭാഗം കൺവീനർ സതീഷ് PR സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മിസ്റ്റർ സതീഷ് PR പ്ലീസ് കം ഓൺ ദ ഡയസ്. അടുത്തതായി നമ്മളുടെ NSSൻ്റെ യൂണിറ്റ് സെക്രട്ടറി മധു ബാലകൃഷ്ണൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബൊക്കെ കൊടുക്കുവാനായിട്ട് നമ്മളുടെ BA സുനിൽകുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പ്ലീസ്. ഒരു സഹോദര സംഘടന ശ്രീനാരായണ മന്ദിരസമിതിയുടെ യൂണിറ്റ് സെക്രട്ടറി രാജു ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. രാജു ചേട്ടന് ബൊക്കെ കൊടുക്കുവാനായി നമ്മളുടെ ബിജു വളയങ്കാടൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മിസ്റ്റർ ബിജു വളയങ്കാടൻ പ്ലീസ് കം ഓൺ ദ ഡയസ്. രാജു ചേട്ടാ പ്ലീസ് കം. അടുത്തതായി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ ഈ സദസ്സിന് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുവാനായിട്ട് നമ്മളുടെ ആദരണീയനായ ശാഖാ സെക്രട്ടറി EK അശോകൻ സാറിനെ ക്ഷണിക്കുന്നു. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് സ്വാഗതം ആശംസിക്കുക എന്നതാണ്. അതിനു മുമ്പായി 2 വാക്ക് ഞാൻ സംസാരിച്ചതിന് ശേഷം എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതായിരിക്കും. അഭിനവ കേരളത്തിൻ്റെ അദൃശ്യ ചൈതന്യമാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ. ആ ശ്രീനാരായണ ഗുരുദേവൻ്റെ 170ാമത് ഗുരുജയന്തിയാണ് ഇന്ന് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. ജാതിവിരുദ്ധ മതനിരപേക്ഷ ചിന്തകളെ കേരള സാമൂഹ്യ പരിസരങ്ങളിൽ അനുസ്യൂതം പ്രസരിപ്പിച്ച ദർപ്പണങ്ങളാണ് ഓരോ ഗുരുദർശനങ്ങളും. കേരളത്തിൽ ചാതുർവർണ്ണ്യം മുന്നോട്ട് വെച്ച ജാതീയമായ ഉച്ചനീചത്വങ്ങളെ അടിത്തറയിളക്കി മാറ്റുന്ന വിധമായിരുന്നു ഗുരുവിൻ്റെ വാക്കും പ്രവൃത്തിയും. സമത്വത്തിൽ അധിഷ്ഠിതമായ നാളേക്കുള്ള മുന്നേറ്റങ്ങൾക്ക് ഗുരുവിൻ്റെ വാക്കും പ്രവർത്തനവും ഊർജം പകരും. കേരളീയ സമൂഹത്തിലേക്ക് നവോത്ഥാനത്തിൻ്റെ വെള്ളി വെളിച്ചം പകർന്ന ഗുരുദേവനാണ് നമുക്ക് ഭഗവാനായിട്ട് നമ്മുടെ മുന്നിൽ ഇന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. സവർണ മേൽക്കോയ്മയ്ക്കെതിരെ സാമൂഹ്യ തിന്മകളെയും ചോദ്യം ചെയ്ത ഗുരു ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കും സാമ്പത്തിക ചൂഷണങ്ങൾക്കുമെതിരെ ശക്തിയുക്തം നിലകൊണ്ടു. പല മതസാരവും ഏകമാണെന്നും ഗുരു ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി വർഷം കൂടിയാണ് ഇപ്പോൾ. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് 1924 അദ്ദേഹം ആലുവ അദ്വൈത ആശ്രമത്തിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത്. മതജാതി വൈരത്താൽ മലീമസമായ സമൂഹത്തിൽ സാഹോദര്യത്തിൻ്റെയും മാനവിക ഐക്യത്തിൻ്റെയും സന്ദേശമാണ് സർവമത സമ്മേളനത്തിൽ നൽകിയത്. 100 വർഷങ്ങൾക്ക് ഇപ്പുറവും ഈ ആശയത്തിൻ്റെ പ്രസക്തി വർദ്ധിച്ചിട്ടേ ഉള്ളൂ. ഗുരുവിൻ്റെ ദർശനവും ഇടപെടലുകളും കേരളീയ സമൂഹത്തെ ആകെയാണ് പ്രകമ്പനം കൊള്ളിച്ചത്. നവോത്ഥാനം കേരളത്തിൻ്റെ കണ്ണാടി എന്നോണം ഗുരുദർശനങ്ങൾ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തെ ഇന്നും ചലനാത്മകമാക്കുന്നു.
ഗുരുവിൻ്റെ ഇടപെടലുകളും പോരാട്ട ചരിത്രവും നമുക്ക് എക്കാലവും മാർഗദർശനമാകട്ടെ. ഏവർക്കും ശ്രീനാരായണ ഗുരുദേവ ആശംസകൾ നേരുന്നു. ഇനി എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നമ്മുടെ ശാഖയുടെ അധ്യക്ഷനും ആദരണീയനായ KV ദാസപ്പൻ സാർ അവറുകളെ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷതയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഇന്ന് നമുക്കിവിടെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ആഴത്തിൽ പ്രഭാഷണം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന VN പൗത്രൻ സാറിൻ്റെയും ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. കൂടാതെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മുംബൈ താന യൂണിയൻ്റെ പ്രസിഡൻറ്റ് ശ്രീമാൻ ബിജുകുമാർ സാറിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് അധ്യക്ഷത സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ നമ്മുടെ കോർപ്പറേറ്റർ സഞ്ജയ് പൗ സാറിനെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ നമ്മുടെ വനിതാ വിങ്ങിൻ്റെ പ്രസിഡൻറ്റ് ഷൈനി ഗിരിസുധൻ, സെക്രട്ടറി ശബനാസുൽ കുമാർ, കൂടാതെ യൂത്ത് വിങ്ങിൻ്റെ പ്രസിഡൻറ്റ് സുരേഷ് ബാബു, സെക്രട്ടറി ഐശ്വര്യ ശിവദാസൻ, അതേപോലെ ഒരു കാര്യം വിട്ടുപോയി, യൂണിയനിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന വനിതാ വിങ്ങിൻ്റെ സാരഥികളായ സുലേഖ മാഡം, ബിന്ദു, രവി എന്നിവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ക്ഷണം സ്വീകരിച്ച് ഇവിടെ നിന്ന് എത്തിച്ചേരിച്ചിരിക്കുന്ന കേരളീയ സമാജത്തിൻ്റെ ചെയർമാൻ വർഗീസ് ഡാനിയൽ അവരെയും, അതേപോലെ സെക്രട്ടറി ശ്രീ രാജശേഖരൻ നായർ, കൾച്ചർ സെക്രട്ടറി സുരേഷ് ബാബു, അതുപോലെ നായർ സമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറി മധു ബാലകൃഷ്ണൻ, SNMSൻ്റെ യൂണിറ്റ് സെക്രട്ടറി K രാജു, അതുപോലെ നായർ സമാജത്തിൻ്റെ ആദരണീയായ പ്രസിഡൻറ്റ് ശ്രീ രാധാകൃഷ്ണൻ സാറിനെയും, അതുപോലെ GC മെമ്പറായി എത്തിച്ചേർന്നിട്ടുള്ള മറ്റെല്ലാവരെയും, ഇനി പേരെടുത്ത് പറയാൻ ഞാൻ വിട്ടുപോയി ക്ഷമിക്കണം. മറ്റുള്ള സംഘടനയിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മളുടെ ശാഖയുടെ ആദരണീയനായ പ്രസിഡന്റ് മിസ്റ്റർ KV ദാസപ്പൻ സാറിനെ രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് അധ്യക്ഷ പ്രസംഗത്തിന് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ VN പൗത്രൻ സാർ, श्री संजय पौंसे साहब, वो अपना सबको मालूम है KDMC का चेयरमैन है, ट्रांसपोर्ट डिपार्टमेंट पूरा उसका हाथ में है, और विकास गजानन मात्रा साहब आने वाला था, आया नहीं है, और पवन पाटिल भी साहब आया नहीं है, बाकी रमेश मात्रा सिंह भी आने वाला था, वो भी आया नहीं है, और अपना मुंबई तारा यूनियन के प्रेसिडेंट बिजू कुमार आया है। बिजू कुमार को मैं स्वागत प्रत्यय करती हूँ, क्योंकि बिजू कुमार और बिनू सुरेंद्र भी बिजू कुमार आने वाला था, बिजू कुमार आया है, बिनू सुरेंद्र आया नहीं है। और बाकी वेदी लिखना अपना विमेंस विंग का प्रेसिडेंट, सेक्रेटरी और ഷൈനി ഗിരിസുധൻ और ഐശ്വര്യ ശിവദാസൻ, എല്ലാവർക്കും
നമസ്കാരം. SNDP നമ്മൾ ഇവിടെ 170ാമത് ഗുരുജയന്തിയാണ് ആഘോഷിച്ചു പോരുന്നത്. 169ാമതും 68ാമതും 67ാമതും നമ്മൾ ഇതേ ഹാളിൽ വെച്ച് തന്നെ ആഘോഷിച്ചു വന്നു. നമുക്ക് ഈ വേദി ഒരുക്കി തന്ന കേരളീയ സമാജത്തിനെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. നമ്മളെല്ലാ പ്രാവശ്യവും ഇവിടെ തന്നെയാണ് നടന്നു പോരുന്നത്. കേരളീയ സമാജത്തിലെ മെമ്പേഴ്സിന്, നാം ഉൾപ്പെടെയുള്ള മെമ്പേഴ്സാണെല്ലാം അവർക്ക് ഞാൻ ആദരം അർപ്പിച്ചുകൊള്ളുന്നു. കൂടാതെ SNDPയെ പറ്റി പറയുകയാണെങ്കിൽ SNDP 38-23 നമ്മൾ ആരംഭിക്കുമ്പോൾ നമുക്ക് അന്ന് ഒന്നുമില്ലായിരുന്നു. ആരംഭത്തിൽ നമ്മൾക്ക് ആരംഭ സമയത്ത് ഏറ്റവും ആദരണീയനായി നമുക്ക് സ്മരിക്കേണ്ട ആളാണ് നമ്മുടെ പരേതനായ ശ്രീ വിശ്വംഭരൻ സാർ. വിശ്വംഭരൻ സാറിൻ്റെ കഠിന പ്രയത്നം, ഒരു കാലത്ത് കുറേ നാൾ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്കും പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊള്ളുന്നു. SNDP പറ്റി പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു കെട്ടിടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഠാക്കൂർവാടിയിലായിരുന്നു. ചെറിയൊരു കെട്ടിടം 2-2.5 ലക്ഷം രൂപ കൊടുത്ത് നമ്മളന്ന് വാങ്ങി. അംഗങ്ങളുടെ സഹായ സഹകരണങ്ങൾ, നമ്മുടെ അംഗങ്ങൾ ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യാറില്ല. എല്ലാ അംഗങ്ങളും, അതായത് വീടുകളിൽ ചെന്നാൽ അവരാൽ കഴിയുന്ന സംഭാവനകൾ തന്ന് നമ്മളെ SNDP സ്ഥാപിച്ചു. അത് ചെറുതായെന്ന് പിന്നീട് തോന്നുകയും നമുക്ക് ചതയാഘോഷവും മറ്റും നടത്തുമ്പോൾ അത് എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യമൊന്നുമില്ലായിരുന്നു. അതിന് നമുക്ക് ഒരു വലിയ ഹാള് സംഘടിപ്പിക്കണമെന്നുള്ള തോന്നലായി. അങ്ങനെ നമ്മൾ കോപ്പർകാവിലുള്ള ഇപ്പോഴുള്ള SNDP 38-23 കോപ്പർകാവിൽ നമുക്ക് ധാരാളം സ്ഥലമുണ്ട്. പക്ഷേ അതുപോലെ കാശുമായി. ഒരു 80 ലക്ഷം രൂപ മുടക്കി നമ്മൾ അത് വാങ്ങി. പക്ഷേ 80 ലക്ഷം രൂപ മുടക്കി വാങ്ങാനായിട്ട് നമ്മുടെ കാശൊന്നുമില്ലായിരുന്നു. പക്ഷേ നമ്മുടെ അംഗങ്ങളാരും പുറകോട്ടല്ല. അന്നത്തെ പ്രവർത്തകരായിരുന്ന എല്ലാ ആൾക്കാരും വളരെ നമുക്ക് എന്തൊക്കെ ആയാലും ഇത് വാങ്ങിയേ പറ്റൂ, നമ്മുടെ ആവശ്യത്തിന് ഇത് മതിയാവും, അതുകൊണ്ട് അത് വേണമെന്ന് തീരുമാനിച്ച് എല്ലാവരും, അതിലായിട്ട് നമ്മുടെ വനിതകൾ അഹോരാത്രം പണിപെട്ടു. അവർ 2.5 ലക്ഷം രൂപ വനിതകൾ സംഘടിപ്പിച്ചു തന്നു എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ എല്ലാ ആൾക്കാരും, നമ്മുടെ ഓരോ അംഗങ്ങളും ലക്ഷങ്ങളും ഒക്കെ സംഭാവന ചെയ്താണ് നമ്മൾ ഇന്ന്. എന്നിട്ടും പിന്നെ നമുക്ക് ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. കടങ്ങൾ വീട്ടാൻ വേണ്ടി നമ്മൾ ചിട്ടികൾ ആരംഭിച്ചു. ചിട്ടികൾ 20 പേരടങ്ങുന്ന ഓരോ ഗ്രൂപ്പായി 5000 രൂപ മാസം നമ്മൾ 5000 രൂപ മുടക്കുക. 20 മാസം കൊണ്ട് അവസാനിക്കുന്ന 1 ലക്ഷം രൂപ സ്ഥലമുള്ള ചിട്ടി. ഈ 1 ലക്ഷം രൂപയ്ക്ക് നമ്മൾ 20 മാസത്തിന് പകരം നമ്മളത് 21 മാസമാക്കി. ഒരു മാസം, അതായത് 1 ലക്ഷം രൂപ നമ്മളെ ഓരോ ചിട്ടിയിലും നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി നീക്കിവെച്ചു. അങ്ങനെ 4 ചിട്ടികൾ വരെ നമുക്കുണ്ടായിരുന്നു. അങ്ങനെ 4 ലക്ഷം രൂപ 20 മാസം കൊണ്ട് നമ്മൾ കളക്ട് ചെയ്തു. കൂടാതെ എല്ലാവരും അവരവരെ കഴിയാവുന്ന എല്ലാ സഹകരണങ്ങളും ചെയ്താണ് നമ്മൾ ഈ പ്രസ്ഥാനം ഇത്രയും പടുത്തുയർത്തത്. പിന്നെ നമ്മൾ ചതയാഘോഷം നടത്തുന്നു. എല്ലാ മാസവും ചതയ പൂജ നമ്മൾ എല്ലാ മാസവും നടത്തുന്നുണ്ട്. അത് ഇതിനൊരു 100 പേരോളം നമ്മളത് പങ്കെടുക്കുന്നുണ്ട്. അത് വഹിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ വനിതാ വിങ്ങാണ്. പക്ഷേ മറ്റുള്ള മെമ്പേഴ്സെല്ലാം അതിന് പരിപൂർണ സഹായമാണ് ചെയ്യുന്നത്. അത് അന്നദാനത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് വരെ നടത്തിയിരിക്കുന്നത്. പൂജ അന്നദാനത്തോടു കൂടിയാണ്. അങ്ങനെ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമ്മൾ പ്രവിത്തൻ സാറിൻ്റെ ആത്മീയ പ്രഭാഷണത്തിന് വേണ്ടി ഞാൻ അദ്ദേഹത്തിന് വേദി വയ്ക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മളുടെ മീറ്റിംഗ് പാട്ടിൻ്റെ അടുത്ത ഭാഗമായിട്ട് കേരളീയ സമാജം ഡോംബോലിയുടെ പ്രമുഖരായ വ്യക്തികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ചെയർമാൻ മിസ്റ്റർ വർഗീസ് ഡാനിയൽ സാറിന് ബൊക്കെ കൊടുക്കുവാനായിട്ട് നമ്മുടെ വി ചന്ദ്രശേഖരൻ മാഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വർഗീസ് ഡാനിയൽ സാർ, പ്ലീസ് കം ഓൺ ദ ഡയസ്.
അടുത്തതായിട്ട് നമ്മളുടെ കേരളീയ സമാജത്തിൻ്റെ സെക്രട്ടറി മിസ്റ്റർ രാജശേഖരൻ നായർ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് ബൊക്കെ കൊടുക്കാനായിട്ട് മിസ്റ്റർ കെ ഹരിദാസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മിസ്റ്റർ കെ ഹരിദാസ്, പ്ലീസ് കം ഫാസ്റ്റ് ഓൺ ദ സ്റ്റേജ്. അടുത്തതായി നമ്മളുടെ കേരളീയ സമാജത്തിൻ്റെ പ്രസിഡന്റ് സാറ് ആദരണീയനായ രാധാകൃഷ്ണൻ നായർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് ബൊക്കെ കൊടുക്കുവാനായിട്ട് മിസ്റ്റർ വിജയ് വളയങ്ങാടൻ കം ഓൺ ദ സ്റ്റേജ്. അപ്പോൾ നമ്മുടെ ഈ ആദരിക്കണ ചടങ്ങ് താൽക്കാലികമായിട്ട് തീർന്നിരിക്കുകയാണ്. വെരി ബിസി വിത്ത് ടുഡേ ആൻഡ് ദേ ഹാവ് ടു അറ്റൻഡ് സോ മെനി മീറ്റിംഗ് ഇൻ ആൻഡ് അറൗണ്ട് ഡോംബോവിലി. സോ ഐ ഇൻവൈറ്റ് അവർ ഹോണറബിൾ യൂണിയൻ മുംബൈ താനെ യൂണിയൻ പ്രസിഡന്റ് മിസ്റ്റർ എം ബിജുകുമാർ to say a few words on this occasion. He has to attend 3-4 meeting today in connection with the 170th Sri Narayana Guru celebrations in Mumbai Thane city. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഈ ശാഖയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ കെ വി ദാസപ്പൻ അവറുകൾ, നമ്മളെ എല്ലാവരും സ്വാഗതം ചെയ്ത ശാഖയുടെ സെക്രട്ടറി ഇ കെ അശോകൻ അവറുകൾ, ഒരു ആത്മീയ പ്രഭാഷണത്തിലൂടെ നമ്മളെ ഗുരുദേവനിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്ന എൻ്റെ പ്രിയങ്കരനായ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ വി എൻ പവിത്രൻ ജ്യേഷ്ഠൻ, ഈ ശാഖയുടെ കല്യാൺ ഡോംബോലി മുനിസിപ്പൽ കോർപ്പറേഷൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ചെയർമാൻ സഞ്ജയ് പൗഷേജി, വനിതാ സംഘം യൂണിയൻ കമ്മിറ്റി അംഗം സുലേഖ ബാബു, വനിതാ സംഘം ഡോംബോലി യൂണിറ്റിൻ്റെ പ്രസിഡൻറ്റ് ഷൈനി ഗിരിസുധൻ, സെക്രട്ടറി ഷബ്ന സുനിൽകുമാർ, യൂത്ത് മൂവ്മെൻറ്റ് പ്രസിഡൻറ്റ് സുമേഷ് സുരേഷ്, യൂത്ത് മൂവ്മെൻറ്റ് സെക്രട്ടറി ഐശ്വര്യ ശിവദാസൻ, ഒപ്പം ഇവിടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനറായി പ്രവർത്തിക്കുന്ന പ്രിയങ്കരനായ പി എസ് സുരേഷ് ബാബു, സർവോപരി ഗുരുദേവ ജയന്തിയിൽ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന ഈ ശാഖയുടെ മഹത്തുക്കളായിട്ടുള്ള എല്ലാ ഗുരുദേവ ഭക്തർക്കും, അതുപോലെ ഈ ശാഖയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടിരിക്കുന്ന വിവിധ സംഘടനയുടെ ഭാരവാഹികൾ എല്ലാവർക്കും ശ്രീനാരായണ ഗുരുദേവൻ്റെ നാമധേയത്തിൽ എൻ്റെ വിനീത പ്രണാമം. ശ്രീനാരായണ ഗുരുദേവൻ്റെ 170ാമത് തിരുജയന്തിയാണ് നമ്മളിവിടെ ഇന്ന് ആഘോഷിക്കപ്പെടുന്നത്. ശ്രീനാരായണ ധർമ്മ പരിപാലനം സംരക്ഷിക്കാൻ വേണ്ടി 1903 സംസ്ഥാപിതമായ ഒരു സംഘടനയുടെ കേരളത്തിന് പുറത്തുള്ള ആദ്യത്തെ ശാഖയാണ് ഡോംബോലി ശാഖ. 38-23 ശാഖ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1997 സംസ്ഥാപിതമാവുകയാണ്. അതിന് ഇവിടെ ഈ പ്രസ്ഥാനത്തിനെ കൂട്ടിക്കൊണ്ടുവരാനും ഈ പ്രസ്ഥാനം മുംബൈയിൽ വളർന്ന് പന്തലിച്ചു വരാനും ഒക്കെ കാരണഭൂതരിൽ ഒരാളായ മുൻ ശാഖാ പ്രസിഡൻറ്റും യൂണിയൻ്റെ സ്ഥാപക പ്രസിഡൻറ്റുമായ ശ്രീമാൻ കെ പി വിശംബരൻ അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ എൻ്റെ വിനീത പ്രണാമം. നമുക്കറിയാം, വിശ്വമാനവികതയുടെ പ്രവാചകനാണ് ഗുരുദേവൻ. ജാതി, മതം, വർഗം, വർണ്ണം ഒന്നുമില്ലാത്ത ഒരു സുന്ദരമായിട്ടുള്ള ഒരു ദിനം നമുക്ക് വേണ്ടി കരുതി വച്ചിട്ടുള്ള മഹാഗുരുവിൻ്റെ 170ാമത് ജയന്തി ഇവിടെ ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ജയന്തിയുടെ ആശംസകൾ നേരുകയാണ്.
എന്നെ യൂണിയൻ പ്രസിഡൻ്റ് എന്നൊരു സംബന്ധിച്ചിടത്തോളം ഇന്ന് എനിക്ക് 6 ശാഖകളിൽ പരിപാടികളിൽ പങ്കെടുക്കേണ്ടതാണ്. അതിൽ ഒരെണ്ണത്തിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല, പോയിട്ട് 5 എണ്ണത്തിൽ പങ്കെടുക്കാം. രാവിലെ ഞാൻ കല്യാൺ വെസ്റ്റിലെ പരിപാടി പങ്കെടുത്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്ത് എനിക്ക് മീരാ റോഡ്, വസായി, ഗോരാഗോഡ് എത്തിപ്പെടാനുണ്ട്. അതുകൊണ്ട് ഒരു ക്ഷമാപണം. ഞാനിപ്പോൾ എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചു കഴിഞ്ഞാൽ ഞാൻ താൽക്കാലികമായി നിങ്ങളോട് വിട പറയുന്നതായിരിക്കും. എന്തായാലും നിങ്ങളെയൊക്കെ ഇവിടെ വന്ന് കാണാനും ഈ അവസരത്തിൽ 2 വാക്ക് നിങ്ങളോടൊക്കെ സംസാരിക്കാനും കിട്ടിയതൊരു ഭാഗ്യമായി കരുതുന്നു. അതിന് ഈ ശാഖയുടെ ഭാരവാഹികളോട് പ്രത്യേകം കടപ്പാടും നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ നിന്ന് വേറൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വ്യതിചലിച്ചുകൊണ്ട് നമ്മളിവിടെ ഇരിക്കുമ്പോൾ 1903 ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാകാൻ കാരണഭൂതനായിട്ടുള്ള മഹാഗുരുവിൻ്റെ ആ ദീർഘവീക്ഷണത്തിൻ്റെ ഒരു ധ്വനിയാണ് ഇന്ന് നമ്മളെല്ലാവരും കേട്ടിടക്കുന്നത്. ഗുരുദേവ ദർശനത്തിൻ്റെ പ്രസക്തി അത് നമ്മൾ നെഞ്ചിലേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും അതിൽ നമ്മൾ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു, അതിൽ നമ്മൾ എത്രമാത്രം അതിനെ നമ്മൾ സാംശീകരിച്ച് നമ്മളുടെ പ്രവർത്തികളിലാക്കിയെന്നുള്ളതിൽ പുനർചിന്തനം ചെയ്യേണ്ട ഒരു അവസരം കൂടിയാണ്. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, ഇവിടെ കസേരകൾ ഒഴിഞ്ഞു കിടപ്പുമില്ല. അതൊരു വലിയ കാര്യമാണ്. കാരണം പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ കാണുന്ന ഒരു പൊതുവെ ഇപ്പോൾ ഉള്ള ഒരു കാര്യമാണ്, ആൾക്കാർ പരിപാടികളിലേക്ക് പങ്കെടുക്കുന്ന കുറഞ്ഞു വരുന്നൊരു കാലഘട്ടത്തിലാണ്. പക്ഷേ നമ്മളാക്കിയ ഈ മഹാഗുരുവിൻ്റെയും നമുക്ക് ഈ നിലയിലെത്തിക്കാൻ പ്രാപ്തമാക്കിയ ഒരു സംഘടനയ്ക്കും വേണ്ടി ആ ഗുരുവിൻ്റെ ജയന്തി നടത്തുമ്പോൾ എല്ലാവരും കുടുംബസംഗമം, പ്രത്യേകിച്ച് കുട്ടികളടക്കം എത്തിച്ചേരേണ്ട ആവശ്യകതയാണുള്ളത്. മഹാഗുരുവിനെ അറിയാനും മഹാഗുരുവിൻ്റെ ദർശനവും സന്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനും അതുവഴി മനുഷ്യനൊന്നാണെന്നും ഒരു ജാതിയാണെന്നും എന്നുള്ള ഒരു ഗുരുദേവൻ്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മൾക്ക് എല്ലാവർക്കും ഇതുപോലുള്ള സംഘടനയുടെ കൂട്ടായ്മകൾ ഉപകരിക്കും എന്നുള്ളത് സംശയമില്ല. വളരെ കാലത്തെ ഒരു പ്രയത്നമായിരുന്നു ഈ ബോംബെയിലൊരു ശ്രീനാരായണ ധർമ്മപരിപാലന എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകൃതമായ. എന്തായാലും അതിനോട് ചൂടുപിടിച്ചുകൊണ്ട് ഇന്ന് 38 ശാഖകൾ യൂണിയൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. കുറച്ച് ശാഖകൾ പ്രവർത്തനരഹിതമായെങ്കിലും ഈ സംഘടന ഈ വിഹായസിൽ നിറഞ്ഞു നിൽക്കുന്നു. സൂര്യചന്ദ്രാദിമാരുള്ളിടത്തോളം കാലം ഈ സംഘടനയും ഗുരുവും ഉണ്ടാവും. ഗുരുവിൻ്റെ വചനങ്ങളും ദർശനവും ഗുരുവിൻ്റെ സന്ദേശവും എല്ലാം നമ്മൾ പ്രചരിപ്പിക്കാൻ പ്രാപ്തരായി മുന്നോട്ടിരിക്കുന്നു. നമ്മുടെ നിത്യജീവിതത്തിൽ ശ്രീനാരായണ ധർമ്മം എങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന് നമ്മൾ മുന്നോട്ട് വരുന്ന തലമുറയെ പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളൊരു പ്രത്യേക ഒരു അഭ്യർത്ഥന നടത്തിക്കൊണ്ട് ഇന്നിവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഈ പുണ്യദിനത്തിൽ ഗുരുദേവൻ്റെ ഈ ജയന്തി ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും ഒരു അഡ്വാൻസായി ഓണാശംസകൾ നേർന്നുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരെയും ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ.